ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അനദർ വീഡിയോ. അപ്പോൾ ജൂലൈ 5 എൻ്റെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. അന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൊക്കെ പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ കേക്കാണ്, ഒരു 4 kg കേക്ക് സ്പാനിഷ് ഡിലൈറ്റ് ആണ് ചെയ്തത്. പിന്നെ തീം ബട്ടർഫ്ലൈ ആയിരുന്നു. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആദ്യം എടുത്ത് വെച്ചു. പിന്നെ അതുപോലെ ബീറ്റ് ചെയ്യാനുള്ളതൊക്കെ റെഡിയാക്കി വെച്ച് ആദ്യം 3 kgക്കുള്ളതാണ് റെഡിയാക്കിയത്. 5 kg ആണ് മൊത്തം വേണ്ടി വന്ന കപ്പ് കേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ 5 kg ആണ്. അപ്പോൾ 3 kg ആദ്യം ബീറ്റ് ചെയ്ത് റെഡിയാക്കി അത് ടോൾ കേക്കിലായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ ടോൾ ടിന്നിലാക്കിയിട്ട് തന്നെ ഓവനിലേക്ക് വെച്ചിട്ടാണ് പിന്നെ 2 kgക്കുള്ളത് ബീറ്റ് ചെയ്തത്. ഒന്നാമത് ബീറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അത്ര ഫ്ലഫി ആയിട്ട് കിട്ടാറില്ല, കുറേ നേരം ബീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ 2 kgക്ക് ഹാഫ് kgയുടെ ടിന്നിൽ 2 ടിന്നിലും പിന്നെ ബാക്കി കപ്പ് കേക്കിലും ചെയ്തപ്പോൾ കറക്റ്റായി. കപ്പ് കേക്ക് 2-3 ഒക്കെ ഓവറായിട്ട് പോയിട്ടുണ്ടായിരുന്നു, ഓഫിലായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ബേക്ക് ചെയ്ത് ചൂടാറി വരുന്ന ടൈം കൊണ്ട് ഷുഗർക്ക് വേണ്ട ഷുഗർ സിറപ്പും അതുപോലെ പ്രളയനെ ഒക്കെ റെഡിയാക്കി എടുത്തു. ഷുഗർ സിറപ്പ്, നോർമൽ ഷുഗർ സിറപ്പിലേക്ക് നമുക്ക് പാലും ബൂസ്റ്റും അതുപോലെ കോഫി പൗഡർ ഇട്ട് മിക്സ് ആയിരുന്നു. പിന്നെ ക്രീമൊക്കെ ബീറ്റ് ചെയ്യാണ്ടായിരുന്നു. ക്രീമും അതുപോലെ തന്നെ 2 ബാച്ചായിട്ടാണ് ഞാൻ ബീറ്റ് ചെയ്തെടുത്തത്. 1.5 പാക്കറ്റോളം വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതുപോലെ ബീറ്റ് ചെയ്ത് അതും സെറ്റ് ചെയ്ത് വെച്ചു. 3 kgയുടെ ഓവനിൽ വെച്ച സമയത്ത് ഒരു 10 മിനിറ്റ്സോളം കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് 3 kgയുടെ കേക്കിൻ്റെ നടുഭാഗം ചെറുതായിട്ടൊരു ഹാർഡ്നെസ് വന്നിട്ടായിരുന്നു. ഞാൻ മാറ്റേണ്ടിയിരുന്നു. പിന്നെ വലിയ ബുദ്ധിമുട്ടില്ലാതെ ബേക്ക് ചെയ്ത് കിട്ടി. അപ്പോൾ തന്നെ കറണ്ട് വന്നതുകൊണ്ട് ഓവനിൽ ചൂടുള്ളതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ ബേക്ക് ചെയ്ത് കിട്ടി. പിന്നെ അതിലേക്ക് വേണ്ട ബട്ടർഫ്ലൈ ആയിരുന്നു. ബട്ടർഫ്ലൈ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കുറച്ച് ദിവസം പിന്നെ വാങ്ങി വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സെറ്റ് ചെയ്യാൻ മാനുവൽ നോക്കിയിട്ട് തന്നെ സെറ്റ് ചെയ്തെങ്കിൽ പോലും 2-3 തവണ തെറ്റി പോയിട്ടുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. പിന്നെ ലാസ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഇതിൻ്റെ മോട്ടർ ഞാനൊരു സ്പേസർ മീഷോന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് സെറ്റ് ചെയ്ത് അതിൻ്റെ ഫ്രണ്ടിൽ മോളുടെ ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു പ്രിൻ്റ് ഔട്ട് സ്റ്റിക്ക് ചെയ്യാണ് ചെയ്തത്. പിന്നെ കേക്കിൻ്റെ ടോപ്പിൽ വെക്കാനുള്ള ഒരു ടോപ്പർ അതുപോലെ കേക്ക് സ്റ്റാൻഡ് ഒക്കെ ഉണ്ടായിരുന്നു. കേക്ക് സ്റ്റാൻഡും സ്പേസറും മീഷോന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ സെറ്റ് ചെയ്ത് അതുപോലെ കുറച്ച് പ്രിൻ്റ് ഔട്ട്സ് ഒക്കെ എടുക്കാണ്ട് ബട്ടർഫ്ലൈസിൻ്റെ നെയിമൊക്കെ അതൊക്കെ പ്രിൻ്റ് ഔട്ട് എടുത്തു. ലാസ്റ്റ് കേക്ക് ഇതുപോലെ സെറ്റ് ചെയ്തു. കേക്ക് രാവിലേക്ക് എടുക്കാമെന്ന് ഒരു തവണ സെറ്റ് ചെയ്യാനും ബുദ്ധിമുട്ടായതുകൊണ്ട് രാത്രി ഒന്ന് എടുത്തു. പിന്നെ കേക്ക് കട്ടിങ്ങിൻ്റെ ടൈമിലാണ് സെറ്റ് ചെയ്തത്. അപ്പോഴത്തേക്ക് ഡേ ലൈറ്റ് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ വെളിച്ചത്തിലൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇതുപോലെ ഒരു കേക്ക് സെറ്റ് ചെയ്ത് കേക്ക് എനിക്ക് നല്ല ഇഷ്ടമായി, സാറ്റിസ്ഫൈഡ് ആയി ഉണ്ടാക്കി. എനിക്ക് വിചാരിച്ച പോലെ തന്നെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഡെക്കറേഷൻ ചെയ്യാനുള്ള ബലൂൺസ് അതുപോലെ ഹാപ്പി ബർത്ത്ഡേ ഇതൊക്കെ ഞാൻ മീഷോന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതാ ഞാനും സിസ്റ്റേഴ്സൊക്കെ കൂടി അത് സെറ്റ് ചെയ്തു. പിന്നെ അങ്ങനെ ഒരു 7 o'clock ആയിരുന്നു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നത്. എല്ലാവരും വന്നു, കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കേക്ക് കൊടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാവരും കൊടുക്കുന്നതും അതുപോലെ അത്യാവശ്യം ഗിഫ്റ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ടോയ്സും ഡ്രസ്സുകളൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവരും ടോയ്സൊക്കെ കൊടുത്തു, ഗിഫ്റ്റ്സ് ഒക്കെ കൊടുത്തു. പിന്നെ അതുപോലെ ഫോട്ടോസൊക്കെ എല്ലാവരും എടുത്തതിന് ശേഷം വേഗം അവളുടെ ഡ്രസ്സ് മാറ്റി കൊടുക്കുകയാണ് ചെയ്തത്. കാരണം ഈ കുത്തുന്ന ടൈപ്പുള്ള ഡ്രസ്സ് ആൾക്ക് വലിയ ഇഷ്ടമല്ല. പിന്നെ ഞങ്ങൾ ചെയിൻ എടുത്തിട്ടുണ്ടായിരുന്നു, അത് മോൾക്ക് ഇട്ട് കൊടുത്തു. കേക്ക് കട്ടിങ്ങിന് ടൈമിൽ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചാണ്. പിന്നെ അവളെ കരച്ചിലുണ്ടപ്പോൾ ഞങ്ങൾ പിന്നെയാണ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തത്. ഡ്രസ്സ് അടിച്ചത് ഉമ്മയാണ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ബ്ലൂ ആയിരുന്നു ആദ്യം സ്റ്റിച്ച് ചെയ്തത്. എൻ്റെ തീം ലാവൻഡറാന്ന് പറഞ്ഞപ്പോൾ പിന്നെയും മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്തതാണ്. ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ കുട്ടികൾക്ക് അത്ര കംഫർട്ട് ആവാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കത് മാറ്റി കൊടുക്കേണ്ടി വന്നു. തലേ ദിവസം ഇട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചു, അന്നത്തെ ദിവസം ഫോട്ടോ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ കേക്ക് കട്ടിങ്ങിൻ്റെ ടൈമിലാണ് ഡ്രസ്സ് ഇട്ട് കൊടുത്തത്. അപ്പോൾ തന്നെ അത് ഊരി മാറ്റേണ്ടി വന്നു. അവൾക്ക് അത് അത്ര കംഫർട്ട് അല്ലായിരുന്നു. പിന്നെ ഇതൊക്കെയായിരുന്നു മോൾക്ക് കിട്ടിയിട്ടുള്ള ടോയ്സുകൾ. ഡ്രസ്സുകളൊക്കെ ഞാൻ അപ്പോൾ തന്നെ വാഷ് ചെയ്യാനിട്ട കാരണം അതിൻ്റെ ഒന്നും ഫോട്ടോസ് എടുക്കാൻ പറ്റിയില്ല. ഇത്രയും ടോയ്സാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മോളുടെ ബർത്ത്ഡേ വിശേഷങ്ങൾ. ഫുഡ് കൊടുക്കുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഒന്നാമത്തത് നല്ല ടയേർഡായിരുന്നു രാത്രിയൊക്കെ ആയപ്പോഴേക്ക്. അപ്പോൾ പിന്നെ അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.